അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലൊരു ഖബറിന്റെ ചാരത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഖബറിലേക്ക് നോക്കുമ്പോൾ വലിയ അട്ടഹാസത്തോടുകൂടെ ഒരു മനുഷ്യൻ മുറവിളി കൂട്ടുന്നുണ്ട്. മഹാനുഭാവൻ ഏതോ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പുറപ്പെട്ടത് കൊണ്ട് തന്നെ നേരെ വഴിയിൽ പ്രവേശിച്ച് യാത്ര തുടങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതേ ഖബറാളി തന്നെ വല്ലാതെ സന്തോഷിക്കുന്ന ഒരു രംഗം ബഹുമാനപ്പെട്ടവർ കാണുകയാണ്. ഉടനെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നു. യാ റബ്ബ്, എന്താണ് ഈ മനുഷ്യനിലുണ്ടായ വലിയ പ്രത്യേകത? ഞാൻ ആദ്യം ഇതിലൂടെ കടന്നുപോയപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ കേവലം കുറച്ച് സമയം കൊണ്ട് വലിയ സ്വർഗത്തിന്റെ അനുരാഗങ്ങൾ നേടിയെടുക്കാൻ എന്തൊരു സൽപ്രവൃത്തിയാണ് ഈ മനുഷ്യൻ ചെയ്തത്. ആ സമയത്ത് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, ആ മനുഷ്യൻ ഒരു തെറ്റുകാരനാണ്. ആ മനുഷ്യൻ തെറ്റിലായി മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഖബറിൽ ഒരുപാട് അദാബുകൾ ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഗർഭിണിയായ ഭാര്യയെ തനിച്ചാക്കിയിട്ടായിരുന്നു മരണപ്പെടുന്നത്. പിന്നീട് ഭാര്യ പ്രസവിക്കുകയും അതിലൂടെ ഒരു മകൻ ജനിക്കുകയും മകൻ വലുതായ സമയത്ത് ഈ ഉമ്മ വലിയൊരു പണ്ഡിതന്റെ ചാരത്ത് ഈ മകനെ മതപഠനത്തിന് വേണ്ടി കൊണ്ടാക്കും. പഠിക്കാൻ വേണ്ടി ചെന്ന് ആദ്യ ദിവസം ചൊല്ലിയ ആദ്യ ബിസ്മിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ സകല പാപങ്ങളും പുറത്തു കൊടുത്തത്. സ്വർഗത്തിന്റെ അത്യുന്നതമായ പദവികൾ ആ മനുഷ്യന് കൊടുത്തത്. കേവലം മതപഠനത്തിന് ചെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ വാക്യം തന്നെ പറഞ്ഞു പഠിച്ചപ്പോൾ ഇത്ര വലിയ സ്ഥാനമാണ് ലഭിച്ചത്. മതപഠനത്തിന്റെ വലിയ പ്രാമുഖ്യം നമ്മൾ മനസ്സിലാക്കണം.